അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ 1ാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അഞ്ചൽ. കൊല്ലം പത്തനാപുരം സെന്റ് മേരി സ്കൂളിന് സമീപം ജനവാസ മേഖലയിൽ ആരംഭിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്ററിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പത്തനാപുരം നഗരത്തിന് സമീപം ജനവാസ മേഖലയിൽ പ്ലാന്റർ സ്ഥാപിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ജനപ്രതിനിധികളും അടക്കമുള്ളവർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. MP, MLA, ജില്ലാ കളക്ടർ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പരാതി നൽകി. സമ്മതിക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഈ സമരം ഇവിടെ നടത്തും. ഈ പ്ലാന്റിന് ഇവിടെ സ്ഥാപിക്കാൻ അനുവദിക്കത്തുമില്ല. ഇവിടെ ഈ സമരത്തെ ഒരു ബാനർ കീറി കളഞ്ഞെന്ന് പറഞ്ഞോ ഈ സമരം ഒന്നും ചെയ്യാൻ കഴിയില്ല. ബാനർ പോയാൽ 100 ബാനർ കിട്ടും ഇവിടെ. പക്ഷെ ഈ ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങള് അതിശക്തമായി ഈ പ്ലാന്റിനെതിരെ പ്രതികരിക്കുന്നുള്ളതിന് ഉറപ്പാണ്. ഇതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് പോലെ തന്നെ പരിസ്ഥിതി, അതായത് എയർ പൊല്യൂഷൻ നിയന്ത്രിക്കുന്ന രീതിയിൽ, അതായത് എയർ പൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം എല്ലാവർക്കും, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എയർ പൊല്യൂഷൻ ഉണ്ടാവരുത്. കാരണം ഇവിടെ ജനവാസ കേന്ദ്രമാണ്, സ്കൂളും അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. പത്തനാപുരം നഗരഭാഗത്തു നിന്നും 1.5 കിലോമീറ്റർ ദൂരെയാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു അനാസ്ഥ നടക്കുമ്പോൾ പത്തനാപുരത്തുള്ള ജനപ്രതിനിധികൾ അവർ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നത് ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റി ജനങ്ങളുടെ താമസ യോഗ്യമല്ലാത്ത സ്ഥലം ഒരുപാട് നമ്മുടെ മേഖലയിലുണ്ട്. അവിടം തെരഞ്ഞു പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഈ സമരം ചെയ്യുന്ന ആളുകളെ അവർ പൈസയ്ക്ക് വേണ്ടിയാണ് സമരം ചെയ്തതെന്ന് പറയുന്ന MLAയുടെ വെറും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം നമ്മൾ പുച്ഛിച്ച് തള്ളുകയാണ്. കാരണം ഇവിടെ രാഷ്ട്രീയമല്ല, നാടിന്റെ വികസനവുമല്ല, ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം എല്ലാ ആളുകൾക്കുമുണ്ട്. ഇവിടെ പ്ലാന്റ് സ്ഥാപിക്കാൻ വന്നാൽ ഇത് ഒരു ടാർ മിക്സിംഗ് പ്ലാന്റോ അല്ലെങ്കിൽ സിമന്റ് മിക്സിംഗ് പ്ലാന്റ് ആണെന്ന് ഇന്ന് MLA പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിൽ തന്നെയും സെന്റ് മേരീസ് പോലുള്ള ഒരു വലിയ ഒരു സ്കൂളിന്റെ സമീപത്ത് അല്ലെങ്കിൽ പ്രദേശവാസികൾ, വലിയ പത്തനാപുരത്തെ സംബന്ധിച്ച് സെന്റ് മേരീസ് ഭാഗം എന്ന് പറയുന്ന വലിയ റെസിഡൻഷ്യൽ പർപ്പസുള്ള വലിയ ഒരു സമുച്ചയം, ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ ഒരു പ്ലാന്റ് നിർമ്മിക്കുവാൻ ആരുടെ ചേതോവികാരമാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്ന് നമുക്കാർക്കും അറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഞങ്ങൾ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു പ്ലാന്റ് തുടങ്ങുന്നതിനുള്ള യാതൊരുവിധമായ അനുമതിയും പഞ്ചായത്തിൽ നിന്നോ മറ്റുള്ള കേന്ദ്രങ്ങളിൽ നിന്നോ ഇത് റിപ്പോർട്ടുകൾ മേടിച്ചിട്ടില്ല എന്ന് അറിയുകയുണ്ടായി. പ്രയാസമനുഭവിക്കുന്ന, വളരെ ദുരിതമനുഭവിക്കുന്ന മണപ്പുറം എസ്റ്റേറ്റുകാരെ സഹായിക്കാനായി KSDP നേരിട്ട് വന്ന് അദാനിയെയും അംബാനിയെയും ഒക്കെ സഹായിക്കുന്നത് പോലെ മണപ്പുറം എസ്റ്റേറ്റുകാരെ സഹായിക്കാനായി അവര് നേരിട്ട് വന്ന് ഞങ്ങള് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ വസ്തു വിട്ടു തരണം എന്ന് പറഞ്ഞപ്പോൾ മണപ്പുറം എസ്റ്റേറ്റുകാർക്ക് ജനവാസമില്ലാത്ത കാട്ടുമൃഗങ്ങൾ വസിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നിട്ട് കൂടിയും അവര് കുറച്ചുകൂടെ സഹായകമാകട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ജനവാസ കേന്ദ്രത്തിൽ മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങൾ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അടക്കമുള്ള സെന്റ് മേരി സ്കൂളിന് അടുത്തായി തന്നെ അവർ സ്ഥലം കൊടുത്തു എന്നുള്ളതിൽ അവരെ അഭിനന്ദിക്കേണ്ടായോ വെച്ചാ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാര് ഈ മണപ്പുറം എസ്റ്റേറ്റിന്റെ ഉടമകളെ ആദ്യം ആദരിക്കണം. 300-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് KSTPയുടെ പുനലൂർ മുതൽ കോന്നി വരെയുള്ള സംസ്ഥാന പാതയുടെ റോഡിന്റെ വികസനത്തിനായുള്ള ടാർ മിക്സിംഗ് പ്ലാന്ററിന്റെ വർക്കുകൾ പുരോഗമിച്ചു വരികയാണ്. നടുക്കുന്ന് നോർത്ത് വാർഡിന്റെയും നെടുമ്പറമ്പ് വാർഡിന്റെയും അതിർത്തി പ്രദേശത്താണ്. ഇതിനിടെ സൈറ്റ് സന്ദർശിച്ച് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ പ്ലാന്റർ നിർമ്മാണത്തെ ചൊല്ലി വാക്കുതർക്കമുണ്ടായിരുന്നു. പ്ലാന്റർ സ്ഥാപിക്കുന്നത് ജനങ്ങളുടെ ആശങ്കയും ഉത്കണ്ഠയും അകറ്റി നിർമ്മാണം നടത്താവൂ എന്നിരിക്കെ പ്രദേശവാസികളെ അറിയിപ്പിക്കാതെ ടാർ മിക്സ് പ്ലാന്റർ നിർമ്മാണം നടത്തിയാൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർക്ക് ശല്യമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ അനുവദിക്കില്ലെന്നും എന്നാൽ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരെ എതിർക്കുമെന്നും KB ഗണേഷ് കുമാർ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ഇടിമണ്ണിക്കൽ ജ്വല്ലറി ഒരുക്കുന്ന മെഗാ ചെയിൻ ആൻഡ് നെക്ലസ് ഫെസ്റ്റ്
10,000-ൽ പരം ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. 2021 ജനുവരി 30 വരെ നീണ്ടുനിൽക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര ഓഫർ. പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലക്കുറവില്ലാതെ ഇടിമണ്ണിക്കൽ ജുവലറിയുടെ BIS 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റുവാനുള്ള സുവർണാവസരം. ആഭരണങ്ങളുടെ 916 പരിശുദ്ധി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുവാനായി പ്യൂരിറ്റി അനലൈസർ സംവിധാനം ഷോറൂമിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആദായകരമായി പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരം ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തൂ. ഈ ഓഫർ 2021 ജനുവരി 30 വരെ മാത്രം. ഏവർക്കും ഇടിമണ്ണിക്കൽ ജുവലറിയുടെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, മുക്കൂട്ടുതറ, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയം. അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ 1ാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ. ഭാഗ്യ പരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. പർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി 4 ഗ്രാം മുതലുള്ള എല്ലാ പർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. അയൺ ബോക്സ്, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, TV, മൊബൈൽ ഫോൺ, AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ. ഈ വാർഷികാഘോഷവേളയിൽ ട്രൂ വാല്യൂ ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ ഫെസ്റ്റോടനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് പവന് 1000 രൂപ കുറവ് നൽകുന്നു. എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ പത്തരമാറ്റ് പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അഞ്ചൽ. ഇൻവെർട്ടർ, UPS, സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.